എല്ലാവർക്കും നമസ്കാരം. ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വെസ്റ്റേൺ കേപ്പ് പ്രൊവിൻസിലെ ഓവർബർഗ് ഡിസ്ട്രിക്റ്റിലെ ചെറിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ പേരാണ് ബീബോസ്. ബീബോസിന് ഫുൾ നെയിം ഉണ്ട്, അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മളിന്ന് പോകുന്നത് കേപ്പ് കാലസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇപ്പോൾ പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. എന്താണ് അവിടുത്തെ പ്രത്യേകത, എങ്ങനെയാണെന്നുള്ളതൊക്കെ. നമ്മളിന്ന് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഒരു വാക്കിങ്ങിനൊക്കെ പോയായിരുന്നു. ഞാനും മീനും അച്ഛനും പിന്നെ വാമിയും ഉണ്ടായിരുന്നു. ഇസയും അമ്മയും വീട്ടിലിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്ന സ്ഥലത്തിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഇവിടുന്ന് ഒരു 1 മണിക്കൂർ 15 മിനിറ്റിൻ്റെ ഡ്രൈവ് ഉണ്ട്. ഏകദേശം ഒരു 80 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു സ്ഥലത്താണ് നിർത്തിയിരിക്കുന്നത്. അമ്മയുണ്ട്. ഒരു ഹായ് പറഞ്ഞോ. ഹായ് വാമി, ഒരു ഹായ് പറയടി. വാമി, ഒരു ഹായ് പറയടി. അപ്പോൾ മീനു ഇവിടെ ഉണ്ട്. ഈസേനെ അതിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈസക്കുട്ടീനെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇന്നലത്തെ വീഡിയോയിൽ അധികം ഒന്നും കാണിച്ചില്ലല്ലോ ഈസക്കുട്ടീനെ. അപ്പം ഈസക്കുട്ടി നല്ല ഉറക്കത്തിലാണ്. നല്ല കാറ്റുള്ളത് കൊണ്ട് ഈസക്കുട്ടീനെ ഇതിൽ നിന്ന് എടുത്തിട്ടില്ല. അതേ കണ്ടോ, ഈസക്കുട്ടി നല്ല ഉറക്കത്തിലാണ്. മാമി, ഒരു ഹായ് പറ. ഹായ്. അപ്പോൾ മാമിക്കുട്ടിക്കും ഇന്നലത്തെ സ്റ്റേ ഒക്കെ ഇഷ്ടപ്പെട്ടു. നല്ല കിടിലൻ സ്റ്റേ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാ പരിപാടിയും ചെയ്ത് ആ സാധനമൊക്കെ പൊട്ടിച്ച് വെച്ചോ. അടുത്ത കിടിലൻ വീഡിയോസ് നമ്മുടെ വഴിയേ വരുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ. എന്തായാലും ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു വില്ലേജിലുള്ള ഇവരുടെ വീട് തന്നെയാണ് കേട്ടോ. ഇത് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി അമ്മയും ഇസയും ഇവിടെ ഇരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നപ്പോഴേ ഇവിടെ 2 അപ്പച്ചനും അമ്മച്ചിയും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ഷോപ്പ്. അതായത് ഇവർ പെൻഷനൊക്കെ ആയിട്ട് 75 വയസ്സുണ്ടാകും രണ്ടുപേർക്കും. 2 വെള്ളക്കാരും അപ്പച്ചനും അമ്മച്ചി കേട്ടോ. അപ്പം അവർ ടൈം പോകാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയൊന്നും അവരുടെ ഹോബികളെല്ലാം ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങൾ ഇവർ ഹാൻഡിക്രാഫ്റ്റ് തന്നെയായിട്ട് ചെയ്യുന്നുണ്ട്. കുറേ വിൻറ്റേജ് ഐറ്റംസ് ഇവരുടെ കളക്ഷൻസ് ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം വിൽക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. നിസ്സാര പൈസയൊക്കെ ഉള്ളൂ കണ്ടോ. ഇതിന് 110 റാൻഡ് ഉള്ളൂ. ഇവിടെ 350 റാൻഡ്. ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളുടെ പൈസ ഒന്നുമില്ല കേട്ടോ. അപ്പം അത് മാത്രമല്ല, ഞങ്ങൾ ഇവിടെ ഫുൾ ഡേ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ അവൈലബിളാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ അവർ ഡിന്നർ ഉണ്ടാക്കാനുള്ള ഡിന്നറിൻ്റെ എന്തോ ഓർഡർ ഉണ്ട്. അപ്പോൾ ഡിന്നർ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അപ്പം ഞങ്ങൾക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സാൻഡ്വിച്ചും കോഫിയും പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചൻ കോഫി ഉണ്ടാക്കുന്നത്, അമ്മച്ചി സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണുമായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരണമെന്ന് തോന്നി. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് കാണിക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നിങ്ങളിതൊന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളി വിൻറ്റേജ് സെറ്റപ്പ്. ഏതാ എടുത്തോ. ഓക്കെ. അതെ മീനു ഒരു അമ്മച്ചി ഉണ്ടാക്കി ഒരു ഹാൻഡിക്രാഫ്റ്റ് സാധനം 60 റാൻഡ് ഉള്ളൂ. അതെടുത്തു. മാമിക്കുട്ടി മാമിക്കുട്ടി അപ്പച്ചൻ എന്തോ കൊടുത്തിട്ടുണ്ട് ഒരു സാധനം. ഇതുണ്ടോ, ഫുള്ള് ഇവരുടെ കളക്ഷനാണ്. ഫുള്ള് കളക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചുമ്മാ ഉണ്ടാക്കി ടൈം പോകാനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെ ഉണ്ടോ, അടിപൊളി കേട്ടോ. എല്ലാം കൊണ്ട് അവർ വിൽക്കാനായിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓർഡർ ചെയ്ത ഫുഡ് വന്നു കേട്ടോ. ഞാനും അമ്മയും മീനും ഫ്രൈഡ് ആൻഡ് ബേക്കൺ സാൻഡ്വിച്ചാണ് പറഞ്ഞത്. വാമി അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. അവർ ഇതൊരു സെർവ് ചെയ്യുന്ന രീതി കണ്ടോ നിങ്ങൾ. ഒരു ഡ്രൈ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്, ഒരു പീച്ച്, അതേപോലെ തന്നെ റാസ്ബെറിയും ബ്ലൂബെറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛന് ചീസ് ആൻഡ് ടൊമാറ്റോയാണ് പറഞ്ഞത്. അച്ഛൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ചീസ് ആൻഡ് ടൊമാറ്റോ. അപ്പോൾ അച്ഛനും ചീസ് ആൻഡ് ടൊമാറ്റോ, വൈറ്റ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്. ഞങ്ങൾ കോഫി കുടിച്ചു കഴിഞ്ഞു. കോഫി ഇതിൽ ഫിൽട്ടർ കോഫി കൊണ്ടുവന്നായിരുന്നു, ഞങ്ങൾ കുടിച്ചു. വാമിക്കാണെങ്കിൽ റൂയിബോസ് കൊണ്ടുവന്നു. വാമി റൂയിബോസും കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ കഴിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതല്ല നമ്മൾ മെയിനായിട്ട് ഇന്ന് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഫുഡ് ടേസ്റ്റിങ്ങിന് മുമ്പ് ഫുഡ് ടേസ്റ്റിങ് കാണിക്കാം. കോഫി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതല്ലേ? ഇഷ്ടപ്പെട്ടോ? അടിപൊളി കാപ്പിയായിരുന്നു കേട്ടോ. നല്ല അടിമീനു ഒരു നാടൻ ടേസ്റ്റ് അല്ലേ? അതെ, നാടൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ സാൻഡ്വിച്ച് നോർമലി സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും. പക്ഷേ ഇത് സെർവ് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടല്ലോ, പണ്ട് ഒത്തിരി യാത്രകളൊക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ്. അവരുടെ വീട്ടിലെ ക്യാമ്പിങ് മറ്റേ ക്യാരവാനൊക്കെ കിടക്കുന്നുണ്ട്, ട്രെയിലറൊക്കെ കിടക്കുന്നുണ്ട്. അടിപൊളി. പിന്നെ പുള്ളി വന്ന് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. നല്ല കേട്ടോ, നല്ല ആൾക്കാർ, അടിപൊളി ആൾക്കാർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. Oh, this one. Solitude in English. Yeah. The
ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ കേപ്പ് പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് വൈൽഡ് ഹോഴ്സസിനെ കണ്ടു. അപ്പം ഞാൻ നിർത്തിയതാട്ടോ. ഈ റോഡ് സൈഡിൽ തന്നെ ഇങ്ങോട്ടേക്ക് ഗ്രാവൽ റോഡ് പോകുന്നുണ്ട്. നോക്കിയേ, ഇത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കി. വാവ്, വെള്ള കുതിരാട്ടാ, അടിപൊളി. അഴിച്ചിട്ടൊക്കെ ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു വെയിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വെയിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ട്. അത് കോവർ കഴുതയാണ്, കഴുതയാണ്. ഇത് കുതിരയാണ്. ഇതിൻ്റെ പാലൊക്കെ ഉണ്ടാവും. ആയ കാലത്ത് നല്ല കിടിലം കുതിരയായിരുന്നിട്ടുണ്ടാകുമായിരിക്കാം. അപ്പച്ചൻ എൻ്റെ അടുത്ത് പറയുകയാണേ, അപ്പച്ചൻ കിടിലം അപ്പച്ചൻ എൻ്റെ അടുത്ത് പറയുക, പണ്ടത്തെ കാലത്തെ ഞങ്ങളുടെ ആൾക്കാരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്മറി ഓർത്തെടുക്കാനേ ശ്രമിക്കത്തുള്ളൂ. നിങ്ങളുടെ യൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വീഡിയോ ആക്കി മെമ്മറിയിൽ സൂക്ഷിക്കുന്നു. പിന്നെ പുള്ളി എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ടില്ലേ ഈ സ്ഥലത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം നീ കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ, നിനക്ക് സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞു തരാൻ പറഞ്ഞിട്ട് അത് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയേർഡ് ഷേവർ എന്നാണ് ഇംഗ്ലീഷിൽ മീനിങ് എന്ന് പറഞ്ഞു. അപ്പം അതൊരു തരം പ്രാണിയാണേ. ആ പ്രാണീനെ വെച്ചിട്ടാണ് ഈ സ്ഥലത്തിന് പേരിട്ടാക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ പോവാം. ഇതൊക്കെ റോഡെല്ലാം കാലി അടിച്ച് കിടക്കും. നമ്മളപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. റോഡെല്ലാം കാലി അടിച്ച് കിടക്കുവാണ്. ഇത് സർപ്രൈസ് അല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്കെൻഡ് ആയപ്പം ശരിക്കും അത്യാവശ്യം തിരക്കൊക്കെ കണ്ടാണ്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസിൻ്റെ സീസൺ ആയതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് ക്രിസ്മസും ഇന്നലെ സ്കൂൾ അടച്ചു നോക്കുന്നതുകൊണ്ടും എല്ലാവരും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലായിരിക്കും ഫോക്കസ് ചെയ്താക്കുന്നത്. അതായത് കേപ്പ് ടൗൺ, ജോർജിയൻ ഐസ്ന അങ്ങനത്തെ പ്ലേസുകളിലായിരിക്കും എല്ലാവരും പോയിട്ടുണ്ടാകുക. അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അല്ലാത്ത സമയങ്ങളിലാണല്ലോ വന്ന് എക്സ്പ്ലോർ ചെയ്യുക. നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെയാണ് ഈ സമയത്തൊക്കെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്തുള്ളൂ. ഫുൾ ഫാമിംഗ് ഫീൽഡുകളാട്ടോ. അപ്പോൾ ഇവിടുത്തെ മെയിൻ കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പും പിന്നെ കാറ്റില്, ഷീപ്പ്. കാറ്റിലിൻ്റെ കാര്യം പറഞ്ഞുള്ളൂ. ഇവിടെ ഒരു കാറ്റിൽ ഫാമാണ്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, കാറ്റിൽ ഫാം കേട്ടോ. അപ്പോൾ കാറ്റിൽ ഫാം നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിൻ വരുമാന മാർഗത്തിൽ ഇവിടെ പ്രോട്ടിയ ഫ്ലവർ അല്ലേ, പ്രോട്ടിയ ഫ്ലവറും വരുന്നുണ്ട് കേട്ടോ ഇവരുടെ ഫാമിങ്ങിൽ. നമ്മളിപ്പോൾ താമസിക്കുന്നത് അവരുടെ ഒരു ഫാമിൽ, അതായത് ഈ പൂവിൻ്റെ കൃഷി ചെയ്യുന്ന, ഫാമിങ് ചെയ്യുന്ന അവരുടെ ഒരു ഫാമിലാണ്. ഫാം ഹൗസിൻ്റെ ഇതിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇന്നും അവിടെ തന്നെ താമസിക്കുന്നത്. നമ്മളപ്പോൾ കേപ്പ് പാലസ് പോകുന്ന വഴിക്ക് വേറെ എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ അതുകൂടി കാണിച്ചിട്ട് നമ്മൾ നേരെ വിട്ടു പോകും. പോകുന്ന വഴിക്കാണ് എലിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമം വരുന്നുണ്ട്. അത് ഞാൻ നോക്കട്ടെ. പോകുന്ന വഴിക്ക് എനിക്ക് കുറേ നാളുകളായിട്ടുള്ള ആഗ്രഹമാണ് എലിം വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എലിം പറ്റുവാണെങ്കിൽ നമുക്ക് ഈ പോകുന്ന വഴിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പം അതേ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് വെൽക്കം ടു എലിം. എലിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. എലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേപ്പ് പഗാലസിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമം കേട്ടോ. വെസ്റ്റേൺ കേപ്പ് പ്രൊവിൻസിലെ, സൗത്ത് ആഫ്രിക്കയിലെ വെസ്റ്റേൺ കേപ്പ് പ്രൊവിൻസിലെ കേപ്പ് പഗാലസ്, അതായത് അഗാലസ് മുനിസിപ്പാലിറ്റിയിൽ വരുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഇത് ശരിക്കും 1824 കാലഘട്ടത്തിലെ ഓഗസ്റ്റിൽ 1824 ഓഗസ്റ്റിലാണ് ജർമ്മൻ മിഷണറിമാരാണ് ഈ സ്ഥലം ശരിക്കും രൂപകൽപ്പന ചെയ്ത് ആക്കിയെടുത്തത്. ഇത് ശരിക്കും ഒരു മൊറേവിയൻ മിഷൻ അതായത് മൊറേവിയൻ മിഷൻ്റെ സ്റ്റേഷനായിട്ടാണ് ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ വണ്ടി എടുത്തു കേട്ടോ. അപ്പം ഈ എലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1824 കാലഘട്ടത്തിൽ ജർമ്മൻ മിഷണറിമാരാണ് ഈ സ്ഥലം ശരിക്കും രൂപകൽപ്പന ചെയ്തത്. നിങ്ങൾക്ക് സൈഡിലെ വീടുകളും ഈ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ, ഇത് വീടുകളാണ്, ബിൽഡിങ്ങുകളല്ല. ഈ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് കേപ്പ് ഡച്ച് സ്റ്റൈലിലുള്ള ആർക്കിടെക്ചറാണ് ഈ വില്ലേജ് ഫുള്ള് രൂപകൽപ്പന ചെയ്താക്കുന്നത്. അപ്പം ഈ ജർമ്മൻ മിഷണറിമാരെ മൊറേവിയൻ മിഷൻ്റെ ഒരു സ്റ്റേഷനായിട്ടാണ് ഈ ഒരു വില്ലേജിനെ ക്രിയേറ്റ് ചെയ്തെടുത്താക്കുന്നത്. ഇവിടെ മൊത്തം ഡച്ച് ഇതിലുള്ള ആൾക്കാരാട്ടോ. അപ്പം ഇവർ ഈ സുവിശേഷം പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇവരെ പല വൈവിധ്യമാർന്ന അതായത് തൊഴിലുകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പം ഇവരുടെ ജീവിതമാർഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി, അതേപോലെ ഫാമിങ് എന്ന് ഉദ്ദേശിക്കുന്നത് കാറ്റിൽ ഫാമിങ്, പിന്നെ വൈൻ, മുന്തിരി കൃഷി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആട്ടോ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കേപ്പ് പഗാലസ് മുനിസിപ്പാലിറ്റിയിലാണ് ഇത് വരുന്നത്. ഇവിടെ ഒരു ചർച്ച് ഉണ്ട്. അതേപോലെ തന്നെ
ഇവർ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ ജർമ്മൻ മിഷണറിമാർ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു എന്താ പറയുക ലാൻഡ്സ്കേപ്പ് അവർക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇവിടെ വെള്ളത്തിൻ്റെ സ്രോതസ്സും എല്ലാം കണ്ടിട്ടാണ് അവർ ഈ സ്ഥലം ചൂസ് ചെയ്തത്. ഇവിടെ നേരെ കാണുന്നത് ഒരു ചർച്ച് ആട്ടോ, അവിടെ ഒരു ക്ലോക്ക് ഹൗസ് പോലെയൊക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇത് കണ്ടോ, ഇവിടുത്തെ വീടുകളിലെല്ലാം ഒരു പുല്ല് വെച്ചിട്ടുള്ള മേൽക്കൂര മോഡല് സെറ്റപ്പിലാണ് നിൽക്കുന്നത്. നമ്മൾ ആ വില്ലേജ് കഴിഞ്ഞിറങ്ങി 2011 സെൻസസ് അനുസരിച്ച് വിക്കിപീഡിയയിൽ കിടക്കുന്നത് അങ്ങനെയാണ്. 2011 സെൻസസ് അനുസരിച്ച് 1024 റെസിഡൻസ് ആയിരുന്നു ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു 14 വർഷം നമ്മളിപ്പോൾ കഴിഞ്ഞില്ലേ, 14 വർഷം കഴിഞ്ഞപ്പോഴേക്കും അതിനനുസരിച്ച് ചെറിയ രീതിയിൽ റെസിഡൻസ് കൂടിയിട്ടുണ്ടാകും. ഇവിടെ കൂടുതൽ പെർസെൻറ്റേജ് വെച്ച് നോക്കുവാണെങ്കിൽ കൂടുതൽ കളേർഡ് ടൈപ്പിൽ വരുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് കറുത്ത വർഗത്തിലും പിന്നെ വെള്ളക്കാർ ഈ ഒരു ഏരിയയിൽ കുറവാണ്, കുറച്ചുള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട വില്ലേജിൽ 87% വെള്ളക്കാരാട്ടോ ഉള്ളത്. നമ്മളപ്പോഴേ കേപ്പ് അഗാലസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തെത്തി. നമ്മൾ തീരദേശ വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കടലിനോട് ചേർന്ന് തന്നെ ഉള്ളത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം കുറേ വീടുകളെല്ലാം ഉണ്ട്. വീടുകൾ കുറേ സ്റ്റേയും ഉണ്ട്, കുറച്ച് റിസോർട്ടുകളുണ്ട്, അതേപോലെ തന്നെ വീടുകളുണ്ട്. അപ്പം ഇവിടെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൗണിൽ നിന്ന്, അതായത് കേപ്പ് ടൗണിൽ നിന്ന് ഇത്രയും മാറിയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഭയങ്കര ക്വയറ്റ് പ്ലേസാണ്. അപ്പം ഈ റിട്ടയർമെൻറ്റ് ആയ ആൾക്കാരാണ് ഒത്തിരി ഇവിടെ ചൂസ് ചെയ്യുന്നത് താമസിക്കാനൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ ബീച്ചുകളുണ്ട്, പ്രൈവറ്റ് ബീച്ചുകളുണ്ട്, അതേപോലെ ക്വയറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബീച്ചുകളുണ്ട്. അവിടെയൊക്കെ സർഫൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. നമ്മളെന്തായാലും ലൈറ്റ് ഹൗസ് നോക്കിയിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ കൂടി ലൈറ്റ് ഹൗസിലേക്ക് പോകാനുണ്ട് കേട്ടോ. അതേപോലെ ഈ ബീച്ചിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ, ബീച്ച് ഇവിടെ കണ്ടോ കയറി കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡിൽ കുറേ പാറക്കല്ലുകളും ഉണ്ട് കേട്ടോ. പാറക്കല്ലുകളുടെ കൂട്ടം തന്നെയുണ്ട്. ആ പാറക്കല്ലുകളുടെ കൂട്ടമൊക്കെ കണ്ട് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോവുകയാണ്. ഇതാണ് നമ്മുടെ കേപ്പ് അഗാലസ് ലൈറ്റ് ഹൗസ് വരുന്നത് കേട്ടോ. കേപ്പ് അഗാലസ് ലൈറ്റ് ഹൗസിലാണ് ഇത്. ഇപ്പോൾ ഈ അഗാലസ് നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ എൻട്രൻസ് കയറിയാക്കുന്നത്. ഇപ്പുറത്ത് പാർക്കിംഗ് ഒക്കെയാണ്. പിന്നെ ഈ ലൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്യുന്നവർക്കും അവിടേക്ക് വരാം. ലൈറ്റ് ഹൗസിൻ്റെ മുകളിലൊക്കെ കയറി കാണാനായിട്ടുള്ള അവസരമുണ്ട്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് നേരെ പോയിട്ട് നമ്മുടെ ആ പോയിന്റ് ഇല്ലേ, ആ ഇന്ത്യൻ ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനും കൂടി ചേരുന്നത്, ആ ഏരിയയിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഹൗസ് നമുക്ക് വന്നിട്ട് സമയമുണ്ടെങ്കിൽ അതേപോലെ തന്നെ കയറി ലൈറ്റ് ഹൗസും കാണാം. വാമിയുടെ മൂടൊക്കെ പോലെ ഇരിക്കും. ആ ലൈറ്റ് ഹൗസിൻ്റെ ഭംഗി നോക്കി എന്ത് രസമാണെന്നറിയോ, അടിപൊളി ഭംഗി കേട്ടോ. ആഹാ, ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാം നമുക്ക്. കുറച്ച് ടൂറിസ്റ്റുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നടന്നു പോയിട്ട് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അതിൻ്റെ ആ സ്ഥലമില്ലേ, അവിടെ പോയി നിന്നിട്ട് 2 ഫോട്ടോ എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോകുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അഗാലസ് നാഷണൽ പാർക്കിലാണ് ഈ ഒരു ഏരിയ എല്ലാം ഇരിക്കുന്നത്. സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ആഫ്രിക്ക, അതാണ് അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സദേൺ മോസ്റ്റ് ടിപ്പിലേക്കാണ് പോകുന്നത്. വണ്ടി നമുക്ക് ഇതിൽ കൂടെ കിടത്തിക്കൊണ്ട് പോകുന്നിടത്തോളം പോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ ഇറങ്ങാം. അപ്പോൾ ഗൈസ്, നമ്മളിതേ കേപ്പ് അഗാലസ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടാണ്. ലൈറ്റ് ഹൗസ് ഇതേ അങ്ങപ്പുറം ഇരിക്കുന്നത്. ലൈറ്റ് ഹൗസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാമി എൻ്റെ കയ്യിലുണ്ട്. ലൈറ്റ് ഹൗസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ശരിക്കും നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനും ശരിക്കും ഡിവൈഡ് ചെയ്യുന്ന ഒരു സ്ഥലം പോയിന്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ജിയോഗ്രഫിക്കലി ശരിക്കും ട്രഡീഷണൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം മാർക്ക് ചെയ്ത് ശരിക്കും കാണാൻ പറ്റും. ശരിക്കും 5 വർഷം മുമ്പ് ഞാനും മീനും കൂടി ഇവിടെ വരുന്ന സമയത്തുണ്ടല്ലോ, ഇത് ഇന്ത്യൻ ഓഷ്യൻ, ഇത് അറ്റ്ലാന്റിക് ഓഷ്യൻ കറക്റ്റ് നമുക്കറിയാൻ പറ്റും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ലൈൻ പോലെ ഒരു ഇത്, അതിൽ കളർ വ്യത്യാസം, ഇപ്പുറത്ത് ബ്ലൂവും ഇപ്പുറത്ത് റെഡും, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീൻ റെഡ്, അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇന്ത്യൻ ഓഷ്യൻ ഇരിക്കുന്നത്. ഇന്ത്യൻ ഓഷ്യൻ്റെ കളർ അറിയാലോ, ആ കളർ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനെ അച്ഛനെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഒരു ഫോട്ടോ എടുക്കുമായിരുന്നു. ഇത് കണ്ടു വെച്ചേക്കുന്നത് ഇന്ത്യൻ ഓഷ്യൻ, ഇത് കണ്ടോ അറ്റ്ലാന്റിക് ഓഷ്യൻ.
അപ്പം ഇതാണ് ഇവർ ശരിക്കും ജിയോഗ്രഫിക്കലി മാർക്ക് ചെയ്താക്കുന്ന ഡിവൈഡിങ് പോയിന്റ്. അപ്പോൾ ഇവർ നിർത്തി ഫോട്ടോ എടുത്തു. പിന്നെ ഈ കേപ്പ് അഗാലസിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. സദേൺ മോസ്റ്റ് ടിപ്പ്, അതായത് ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ സദേൺ മോസ്റ്റ് ടിപ്പ് എന്നറിയപ്പെടുന്നത് കൂടി ഈ കേപ്പ് അഗാലസ് ആണ്. കേപ്പ് പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോഴില്ലേ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന്റെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ശരിക്കും സദേൺ ടിപ്പ് എന്ന്. പക്ഷേ സദേൺ ടിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് കേപ്പ് പെൻസിലില്ലേ അതിന്റെ സദേൺ ടിപ്പാണ്. അവിടെ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ 50 കിലോമീറ്റർ അല്ല 50 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. 50 കിലോമീറ്റർ ഈ കടലിനോട് ചേർന്ന് തന്നെ മാറിയിട്ടാണെന്ന് തോന്നുന്നു അത് വരും. ഇതാണ് ശരിക്കും സദേൺ മോസ്റ്റ് ടിപ്പ് ജിയോഗ്രഫിക്കലി മാർക്ക് ചെയ്താക്കുന്ന ഇന്ത്യൻ ഓഷൻ അറ്റ്ലാന്റിക് ഓഷന്റെയും മാർക്ക് ചെയ്താക്കുന്ന പോയിന്റും കൂടെ ഇതാണ്. അപ്പം ഇതിനു വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു മോൺമെന്റ് പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ ഈ പാറക്കല്ലുകളുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആൾക്കാർക്കെല്ലാം ഫോട്ടോ എടുക്കാം, ഇങ്ങനെ വന്ന് എല്ലാം ഒരു കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം. അങ്ങനത്താണ് ഇവിടെ പ്രത്യേകത കേട്ടോ. കുറേ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ഇവിടെ വന്ന് കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്ത് പോകുന്നുണ്ട്. വാമിക്ക് ഇത് തണുക്കുന്നുണ്ട്, ഈ സേനയും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനും വാമിയും മീനും കൂടി നിന്ന് ഒരു ഫോട്ടോ എടുത്താലോ? കണ്ടില്ലേ നിങ്ങൾ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിൻ്റെ ഏറ്റവും മോസ്റ്റ് സദേൺ ടിപ്പ്, അത് കേപ്പ് അഗാലസ്. അപ്പം ഈ കേപ്പ് അഗാലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ഭയങ്കര റിച്ച് ഏരിയ കേട്ടോ. നല്ല അടിപൊളി ഏരിയ ആണ്. കാണാനും നമുക്ക് സ്റ്റേ ഒക്കെ എടുക്കാനും എല്ലാത്തിനും നല്ല റിച്ച് സെറ്റപ്പിലുള്ള ഒരു പ്രത്യേക ഫീലാണ്. ഇപ്പം നടക്കാനായിട്ട് ഇതേപോലെ മരം കൊണ്ട് കെട്ടി ഇങ്ങനെ ഒരു പാത്ത് വേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാമി എൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങി. ദേശേനയും കൊണ്ട് മീൻ വരുന്നുണ്ട്, അച്ഛൻ പുറകെ നിൽക്കുന്നുണ്ട്. അമ്മയ്ക്ക് നടക്കാൻ കുഴപ്പമില്ല, കാലുവേനൊന്നും ഇല്ലല്ലോ. ഇല്ല, കാലുവേനൊന്നും ഇല്ല. ഇഷ്ടപ്പെട്ടോ ഏത് സ്ഥലം കണ്ട്? ഇഷ്ടപ്പെട്ടല്ലേ? അച്ഛനോ? അച്ഛനും ഇഷ്ടപ്പെട്ടോ? ഓക്കെ. ഞാനും മീനും 5 വർഷം മുമ്പാട്ടോ ഇവിടെ വന്നത്. 5 വർഷം മുമ്പ് വന്നപ്പോഴും ഇതേപോലെ തന്നെ ആയിരുന്നു. അമ്മമ്മ കൂട്ട് ബൂബു അമ്മമ്മക്ക് ബൂബു വേണമെന്ന്. മാമി കുഞ്ഞാണെങ്കിൽ വണ്ടി കിടന്നുറങ്ങിയതാട്ടോ. അപ്പം അതിൻ്റെ ഒരു ക്ഷീണത്തിലാണ്. ഇത് കണ്ടോ ഇങ്ങനെ പാറ്റ് വേ ഇങ്ങനെ ഇട്ടാക്കുന്നതേ നല്ല രസമായിട്ട് ഇട്ടാ. ഇപ്പോൾ വീൽ ചെയറൊക്കെ കൊണ്ടുവരണമെങ്കിലും നല്ല സുഖമായിട്ട് വരാൻ പറ്റും. കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ഇങ്ങ് ദൂരെ കണ്ടോ ആ കാണുന്നതാണ് അഗാലസ് ലൈറ്റ് ഹൗസ്. ആ ഒരു ഏരിയ കണ്ടോ, എൻ്റെ ടിപ്പിൻ്റെ അവിടെ ഫിംഗർ ടിപ്പിൻ്റെ അറ്റത്ത് കാണുന്നില്ല. അത് ഇന്ന് വൈകുന്നേരം നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഗ്രില്ലിടുന്നുണ്ട്. അപ്പം ആ ഗ്രില്ലിൻ്റെ ചിക്കനും സാധനങ്ങളൊക്കെ മേടിക്കണം. ഇന്നലെ മേടിക്കാൻ പറ്റിയില്ലായിരുന്നല്ലോ. വണ്ടി നമ്മൾ ഇട്ടിരിക്കുന്നത് അവിടെയാണ്. വണ്ടിയിലേക്ക് പോകാം. നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഈസ് ആൻ ഐക്കോണിക് റീജിയണൽ ലാൻഡ്. അങ്ങനെ മൊത്തത്തിൽ എഴുതി വെച്ചേക്കുന്നത് ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് കറക്റ്റ് ഡിവൈഡ് ചെയ്യുന്ന ആ പോയിന്റ് എന്ന് ഉദ്ദേശിച്ചത്. ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സംഭവമില്ലേ, അത് ഇത് കണ്ടോ ആഫ്രിക്കയുടെ ഒരു സംഭവമാണ് നമ്മളിപ്പം കയറി വന്നത്, ആ ഉണ്ടാക്കി വെച്ചിരുന്നത്. അതിൽ നമ്മളെവിടെയായിരുന്നു എന്നും എവിടെയാണ് അത് ഡിവൈഡ് ചെയ്യുന്നതെന്നും എല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ സാധനമൊക്കെ ആയിരുന്നു അത്. അപ്പം അവർ നടന്ന് വണ്ടിയിലേക്ക് എത്തി, നമുക്ക് നടക്കാം. ഞാൻ ഈ ലൈറ്റ് ഹൗസ് അടുത്ത് കണ്ടപ്പോൾ ഒന്ന് നിർത്തി ഇറങ്ങിയതാട്ടോ. ഇതാണ് ലൈറ്റ് ഹൗസ്. അപ്പോൾ ഇവിടെ പാത്ത് വേ ഇട്ടിട്ടുണ്ട് ലൈറ്റ് ഹൗസിലേക്ക് പോകാനൊക്കെ ആയിട്ട്. ലൈറ്റ് ഹൗസ് ഇത് ഇങ്ങനെ ഈ ഭാഗത്തേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം ഇന്ത്യൻ ഓഷൻ്റെ ഭാഗമാട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ച വിശേഷങ്ങൾ നമ്മുടെ കേപ്പ് അഗാലസിൻ്റെ മെലിമ എന്ന് പറഞ്ഞ ചെറിയ വില്ലേജിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാ പരിപാടിയും ചെയ്തോ. ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ നമ്മുടെ കിടിലിൻ്റെ എപ്പിസോഡ് വരുന്നതാണ്. ഞാൻ അഗാലസിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാട്ടോ. ഈ വഴിക്ക് സ്ട്രൈറ്റ് പോകണം. അഗാലസ് അവിടെയായിരുന്നു. അപ്പം വണ്ടിയിൽ അതേ അച്ഛനും അമ്മയും മീനും എല്ലാവരും ഇരിപ്പുണ്ട്. നമുക്ക് അവരോടും കൂടി ഒരു ടാറ്റ പറയിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വിടാം കേട്ടോ. അപ്പം ഇതായിരുന്നു കേപ്പ് അഗാലസ്. അങ്ങോട്ടാണ് നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. നമ്മൾ നാളെ തിരിച്ച് വീട്ടിലേക്ക് പോകുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ബൈ ബൈ. പെണ്ണെന്ത് ഓക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.